ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും ഒരു ഓണം റെസിപ്പിയാണ്. നമ്മുടെ കുമ്പളങ്ങ പച്ചടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമ്മൾ പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഇത് ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി. അപ്പോൾ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് പച്ചടി റെസിപ്പികളൊക്കെ ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് പച്ചടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എല്ലാ പച്ചടികളും എനിക്കറിയാവുന്നത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ പച്ചടികൾ തന്നെ അടുപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കിയുള്ള റെസിപ്പികളൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കുമ്പളങ്ങ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കാന്താരി മുളകാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് എടുത്തത്. പിന്നെ വേണ്ടത് ജീരകം, കടുക്, അതുപോലെ തന്നെ തൈര്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസുകളായിട്ട്. അതിനുശേഷം നമ്മുടെ പച്ചടി റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കുമ്പളങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അധികം വലിയ പീസുകളായിട്ടല്ല. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഉപ്പും കാന്താരി മുളകും ചേർത്താണ് ഞാൻ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 4-5 കാന്താരി മുളക് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഈ പച്ചടി വൈറ്റ് കളറിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കില്ല. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കാന്താരി മുളക് ആയതുകൊണ്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളകാണെങ്കിൽ നിങ്ങൾ അരയ്ക്കാൻ എടുക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പിനൊരു പച്ച കളർ വരും. അപ്പോൾ പച്ചമുളക് എത്ര എണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പളങ്ങയുടെ കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുക, ഈ അരപ്പിലേക്ക് ചേർക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ വെള്ള കാന്താരി ആയതുകൊണ്ടാണ് അരയ്ക്കാൻ എടുക്കുന്നത്. ഇല്ലെങ്കിൽ കാന്താരി അരയ്ക്കില്ല കേട്ടോ, മുളകൊന്നും അരയ്ക്കില്ല. മുളക് അരയ്ക്കാതെയാണ് നമ്മൾ നമ്മുടെ പച്ചടി ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3/4 കപ്പ് തേങ്ങ ചിരവിയത്. 3/4 കപ്പ് മതി, അധികം കുമ്പളങ്ങ ഇല്ല, നമുക്ക് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് 3/4 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക മാക്സിമം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരയുന്നത് വരെ അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ പച്ചടിയുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. കടുക് നന്നായിട്ട് അരയരുത്. എല്ലാ പച്ചടിയിലും ചെയ്യുമ്പോൾ പറയുന്ന പോലെ തന്നെ കടുകൊന്ന് ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് വെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കടുക് ചതഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ കടുക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുമ്പളങ്ങ കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അരപ്പ് ഞാൻ ഇതുപോലെ വെള്ളം അധികം ഇല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. കുമ്പളങ്ങയിൽ അധികം വെള്ളം വേണ്ട. ഇനി നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുമ്പളങ്ങയിലുള്ള വെള്ളത്തിൽ തന്നെ അരപ്പൊന്ന് കുക്കായി വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരപ്പ് നന്നായിട്ട് കുക്കായി വന്നോളും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇളക്കി കൊടുക്കുമ്പോൾ അരപ്പൊന്ന് തിളച്ചു വന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി തൈര് ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അരപ്പ് നന്നായിട്ട് കുക്കായി വരുന്നത് ഒരു ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞത്. അത് ഏത് പച്ചടിയാണെങ്കിലും ശരി, നമ്മൾ അരപ്പ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കുള്ളൂ. പിന്നെ ചില പച്ചടികളിൽ മാത്രമേ നമ്മൾ തൈര് ചേർത്തരയ്ക്കുള്ളൂ. അത് ചില പച്ചടികൾ, അത് ഓരോ റെസിപ്പിക്കും ഓരോ രീതിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഓരോ നാട്ടിലും പച്ചടി ഉണ്ടാക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ഈ പച്ചടി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങളൊന്നും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടേ ഉള്ളൂ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് ചേർക്കാം. ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ അരപ്പ് കട്ടിയാക്കി എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ പച്ചടിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. നമ്മളെന്താണെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ സദ്യയിൽ ഇലയിൽ വിളമ്പുമ്പോൾ പച്ചടി നമ്മൾ വിളമ്പിയ രീതിയിൽ നിൽക്കില്ല, അത് നീങ്ങി മൂവായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പോവും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് പാകത്തിൽ പച്ചടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒഴുകി പോവാതെ നമുക്ക് പച്ചടി കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പുളിയുള്ള തൈരാണെങ്കിൽ
ഏറ്റവും നല്ലതാണ് പച്ചടിക്ക്. നല്ല പുളിയുള്ള തൈരാണ് പച്ചടിക്ക് എപ്പോഴും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം തൈര് ചേർക്കണ്ട, കുറച്ച് തൈര് ചേർത്തിട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പച്ചടി കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും. പുളി കുറവുള്ള തൈരാണെങ്കിൽ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോകും നമ്മൾ കൂടുതൽ തൈര് ചേർക്കുമ്പോൾ. അതാണ് പച്ചടിയിലുള്ള ഒരു വ്യത്യാസം വരുന്നത്, പച്ചടി ലൂസ് ആവുന്നതും തിക്കാവുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പും എരിവും എല്ലാം പാകമാണ്. നമ്മളിനി തൈര് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കാൻ പോവാണ്. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് തൈര് ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഒരുപാട് തൈര് ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കുക പച്ചടി ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും അധികം തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടിയുടെ കൺസിസ്റ്റൻസി മാറും. എല്ലാ പച്ചടികൾക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പാവയ്ക്ക പച്ചടി ആണെങ്കിലും ബീട്രൂട്ട് പച്ചടി ആണെങ്കിലും എല്ലാ പച്ചടികളും ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവ് ചേർക്കണം. ഇപ്പോൾ ചട്ടിയിലിരുന്നിട്ട് തൈരൊന്ന് ചൂടായി വന്നോളും. അതുകൊണ്ടാണ് നമ്മൾ തൈരിനെ തിളപ്പിക്കരുതെന്ന് പറയുന്നത്. ചട്ടിയുടെ ചൂടിൽ തന്നെ തൈരൊന്ന് ചൂടായി വരും. ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ നമ്മൾ കുക്കറിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് തിള വരുന്നുണ്ട്, ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ തിളച്ചു പോവും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല വൈറ്റ് കളറിലെ പച്ചടി. നമ്മൾ പൊതുവെ വെള്ളരിക്കയാണ് കൂടുതൽ പച്ചടി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. പക്ഷേ കുമ്പളങ്ങ പച്ചടിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ, ഉപ്പും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇതാ ഇത്രയും പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് കൂടുകയുള്ളൂ, കുറയില്ല ഒട്ടും തന്നെ. ഇനി ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി വറവ് ചേർക്കാം. ഞാൻ ഈ പച്ചടി ഒന്ന് മാറ്റി വയ്ക്കട്ടെ. നമുക്ക് വേറെ പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് വറവിടാനായിട്ടാണിത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. പച്ചടിക്കൊക്കെ വറവിടുമ്പോൾ അത്രയും വെളിച്ചെണ്ണ തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം കടുക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും. ഇതെല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പച്ചടി ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പച്ചടിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാവുന്ന പച്ചടിയാണ് കേട്ടോ. ഈ കുമ്പളങ്ങ പച്ചടി, വെള്ളരിക്ക പച്ചടി, അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക പച്ചടിയൊക്കെ തലേ ദിവസം റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സദ്യക്ക് റെഡിയാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചും ഓണം റെസിപ്പീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഓണം റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.